ഹലോ അസ്സലാമു അലൈക്കും. നമുക്കിന്ന് വളരെ ഈസിയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ഉണ്ടാക്കിയാലോ? അപ്പോൾ പോയോ. നമുക്ക് ആദ്യം ഒരു പാൻ കത്തിച്ച് ചൂടാക്കാൻ വെക്കാം. അതിലോട്ട് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, അതില്ലാത്തവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് അടുത്തത് ഒരു ബൗളിൽ കുറച്ച് പാലിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൊടി ഇട്ട് കലക്കിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അതിലോട്ട് ഒരു മൂടി വാനില എസൻസും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടത് ഞാൻ ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെ ചോക്കോ ചിപ്പ് എടുത്തിട്ടുള്ളത്, പിന്നെ ബ്രെഡും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ഞാൻ അവിടെ വെച്ച് കൊടുക്കുന്നത് ഗുഡ് ഡേ ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് ഫസ്റ്റ് ലെയറാക്കി വെച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ഇതിൻ്റെ മുകളിലോട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് സ്പ്രെഡാക്കി കൊടുക്കാം. അടുത്ത ലെയർ നമുക്ക് വീണ്ടും ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ച് സ്പ്രെഡാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം നന്നായിട്ട് മേലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നട്ട്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നട്ട്സ് ഇടാം. നട്ട്സ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് ചോക്കോ ചിപ്സ് ആണുള്ളത്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള അടുത്ത പരീക്ഷണമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.